നോക്കണ്ടോ മോളെ, ബിസ്ക്കറ്റ് ഞാൻ തരൂല്ല. എനിക്ക് വേണ്ട, ഞാൻ കഴിച്ചതിന്റെ ബാക്കിയാണ്. ചോദിക്കണ എന്തിന്? മര്യാദക്ക് ചോദിക്കണം. ഇവിടെ ഒന്നും ഇല്ലെങ്കിൽ പോര്. ഓ തന്നെ വാ. മനസ്സിലായി. ചേച്ചി നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു, ആ സോഫയുടെ അവിടെ. എന്നിട്ട് അവിടെ നീച്ച് അങ്ങോട്ടങ്ങ് പോയി. ഞാനായിട്ടേ നല്ല കലിപ്പലായിപ്പോ. മനസ്സിലായി. കാര്യം കാര്യം പ്രത്യേകിച്ചൊന്നുമില്ല, ചെറിയൊരു തട്ടുമുട്ട് കേസേ. അതിപ്പോ എങ്ങനെ തീർക്കുമെന്ന് ഓർത്തിരിക്കേ. നേരത്തെ വന്ന് അടുക്കളയിൽ നോക്കിട്ട് പോയാൽ. അടുക്കള വന്നിരുന്നാ? എടാ നീ നോക്കിക്കോ, ഇപ്പൊ അവൾ എന്നെ തപ്പി വരും, ഉറപ്പായിട്ടും തപ്പി വരും. മനപ്പൂർവ്വം ടാർഗറ്റ് ചെയ്തേക്കോടെ എന്നെ, ഒരു കാര്യമില്ലാണ്ട്. ചേച്ചിക്ക് ആരുടെ അടുത്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ചേച്ചി പ്രതികാരം ചെയ്തിട്ട് അടങ്ങത്തുള്ളൂ. അങ്ങനെയൊക്കെ ഉണ്ടോ? ചിലപ്പോ ചിലപ്പോ. പാറൂസേ, ഒന്നിങ്ങ വന്നേ. എന്തുവാ? ഒരു കാര്യം ചോദിക്കട്ടെ. ബാ. ഒരു കാര്യം. എന്താ? സുഖല്ലേ? ചക്കര കുറച്ചേരി ഇവിടെ നിൽക്ക് കേട്ടാ. ചേട്ടാ, എന്തോ ഇത്? ഇതാണ് മക്കളെ ഭയം, പേടിപ്പെടുത്തുന്ന ഭയം. എന്തൊക്കെ കാണണം ചേട്ടാ? എന്തിനാ കല്യാണം കഴിക്കുന്നേ? കല്യാണം കഴിക്കുന്നേ അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പരാജയം വരുമ്പോഴോ എന്തെങ്കിലും കഷ്ടപ്പാട് വരുമ്പോഴോ നമ്മുടെ ഫ്രസ്ട്രേഷൻ തീർക്കാൻ ഒരാൾ വേണ്ടേ? അതിനൊന്നും അല്ല. ശരിക്കും പറഞ്ഞാല് നല്ലൊരു പാർട്ണർ ഉണ്ടെങ്കിൽ ജീവിതം വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകും. നന്നായിട്ട് ജീവിതം ഇഷ്ടം പോലെ വരുന്നുണ്ട്. ചേട്ടനെങ്ങാനും മേർലി ചേച്ചിയെ കല്യാണം കഴിച്ചുള്ള അവസ്ഥ. മകൾ കണ്ണട പാതറ മിണ്ടിപ്പോയി. ഞാൻ പൊള്ളളിയാ വന്നിട്ടില്ല. എന്റെ അളിയനവിടെ അകത്തില്ലല്ലോ. അകത്ത് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഡോർ തുറന്നിട്ടേക്കുന്ന ഡോറിനകത്ത് കയറി ഇരിക്കോ? റൂമിനകത്ത് കയറി ഇരിക്കോ? അടച്ചിട്ടേക്കുന്ന ഡോറിനകത്ത്. വിളിക്ക്. ഞാനോ? പിന്നെ ഞാനാ വിളിക്കണ? അളിയാ കണ്ട ലച്ചാച്ചി വിളിക്കണ. പിന്നെ അതിന്റെ അകത്ത് തന്നെ ഇരിക്കട്ടെ, ശരിയാക്കി കൊടുക്കാം. റൂമിനകത്ത് കയറി വാതിലടച്ച്. അങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ. സിദ്ധുവോടെ റൂമിനകത്ത് കയറി വാതിലടച്ച്. സേഫ് തുറ. സോറിടാ. ശരിയാക്കിത്തരാട്ടോ. അമ്മ, നാളേക്ക് നമ്മ മുറുക്കുണ്ടാക്കലാമാ? എന്റെ കണക്ക നീ നിന്റെ ജോലി നോക്ക്. ഇനി മുറുക്കുണ്ടാക്കാതിന്റെ ഒരു കുഴപ്പമേ ഉള്ളൂ. என்னம்மா இது? நான் என்ன சொன்னாலும் இந்த மாதிரி பதில் சொல்றீங்க. എന്നാ നീ മുറുക്കുണ്ടാക്കുവോ മുറുക്കി തുപ്പുവോ എന്താന്ന് വെച്ചാ ചെയ്യ്. സിദ്ധു, ഇപ്പൊ ടീ റെഡി ആവും. അപ്പോഴേ കൊടുക്കറേ. അല്ല ടീ വേണ്ട, എനിക്ക് വേണ്ട, കുഴപ്പമില്ല.
എന്താ ഒന്നുമില്ല. മോനെ ആ കനകവേ നാളെ മുറുക്കുണ്ടാക്കാൻ പോന്നു. ആ കൊള്ളാലോ. ആന്റി ഇതുപോലത്തെ കൊറേ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും അല്ലേ? ஆ எனக்கு கொஞ்சம் கொஞ்சம் எல்லாம் தெரியும், அதெல்லாம் நான் சமைப்பேன். ആ മുറുക്കല്ലാതെ என்ன சொன்னாலும் நான் ட்ரை பண்ணுவேன். உனக்கு என்ன வேணும்? ഒന്നും വേണ്ട. എന്താ നീയായിരുന്നോ? ആ, ഇതോന്നറിയാ ഒന്നുമില്ല. എന്താ ഒന്നുമില്ല. ലച്ചൂസ് അവിടെ ലച്ചു കണ്ടായിരുന്നോ? കണ്ടായിരുന്നു കിളി കൂട് വിട്ട് പറന്നിറങ്ങിയിട്ടുണ്ട്. ഇറങ്ങിയോ? ഇറങ്ങി. അമ്മമ്മ എനിക്കൊരു ഫോൺ വരുന്നു, ഞാൻ സംസാരിച്ചിട്ടൊക്കെ വരാവേ. டேய் கேசு, எந்த கிளிடா? സ്പെഷ്യൽ ടൈപ്പ് ഒരു കിളി, ഏതോ ഒരു കിളി മരത്തിൽ ഇറങ്ങിയത്. சின்னதா பெருசா? ഒരു ഓസ്ട്രിച്ചിന്റെ സൈസ് വരും. ஓஸ்ட்ரிச்சா? അത്രയില്ല, ഒരു ഇത്രയൊക്കെ വരും. എന്താ ഇവിടെ? ഇതാണ് അടുക്കള. ഇവിടെയാണ് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലം. ഓ, നീ ഭക്ഷണം വെട്ടി വിഴുങ്ങുന്ന സ്ഥലം. ഓ ചേച്ചി അപ്പൊ ഭക്ഷണം വിട്ട് വീഴാറില്ലല്ലോ. പക്ഷെ നിന്റെ അത്ര ആക്രമം എനിക്കില്ല. ആര് പറഞ്ഞു? സിദ്ധു എവിടെ? ചിന്തു. കൊറേ ചെന്ന് കഴിഞ്ഞാ ഒരാളെ ജീവനോടെ കാണും. പ്രതികാരദാഹിയായി അവൾ നടക്കുകയാണ്. എന്താ നടാതെ അങ്ങോട്ട് മാറി നിൽക്കേ. അമ്മുമ്മ ഇനി അധിക സമയം വേണ്ട വരത്തില്ല. ഫും! ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. എന്തോന്നാ വെച്ച നീ പറയുന്നേ? നോക്കിയിരുന്ന് കാണാൻ. என்னடா இது ஒண்ணுமே புரிய மாட்டேங்கிறதுடா. നേരെ പറഞ്ഞാലേ പുരിയില്ല, അപ്പളാണ് ഇങ്ങനെ പറഞ്ഞു. എന്തോ കിശുമത്ത് ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്താ കാര്യം പറയടാ. എന്തത് കൂടെ പോണവനെ പിടിക്കണം. என்னடா இது ஒண்ணுமே புரிய மாட்டேங்கிறது. ഒന്നും പുരിയൂല്ല. അളിയ കറങ്ങി ഇങ്ങനെ വന്നല്ലേ. ലച്ചൂസ് വന്നായിരുന്നോ? അളിയനെ പുറകെ വിട്ടിട്ടുണ്ട്. ഇപ്പൊ കറങ്ങി ഇതുവഴി വരും. ഇങ്ങോട്ട് ഇങ്ങനെ പോയാ? ഇങ്ങനെ പോയി ഇങ്ങനെ വന്ന് ഇങ്ങനെ വരുമെന്നോ? അമ്മ ഒരു കോളം കൂടെ വിളിച്ചിട്ട് വരാവേ. കൊറേ കോളിയുണ്ട വരും. എന്തുവാടാ സംഭവം? അവര് തമ്മിൽ കാണാതിരിക്കുന്ന തന്നെ നല്ലത്. കാര്യം എന്താന്ന് വെച്ചാ പറയൂ നീ. അവിടെ നീ വാങ്ങിച്ചിട്ട് ഉണ്ടായി അവസാനം എല്ലാം നമ്മുടെ തലക്ക് ഇരിക്കും. എപ്പാടി என்னடா இது, இவங்க ஒருத்தர் இப்படி போறாங்க, வேறொருத்தர் இப்படி போறாங்க. என்னடா இவங்க பார்க்கவே இல்லையா? ഇതാണ് വട്ടം വട്ടം നരയ്ക്ക. അവര് കാണാതിരിക്കുന്നിടത്തോളം കാലം ഒരാൾ ഉരുവിട്ടിരിക്കും. ഒന്നുമില്ല. അമ്മമ്മ ചായ ഉണ്ടാ? ചായ അല്ലേ ഇട്ട് വെച്ചേക്കുന്നേ? പെട്ടെന്ന് അവിടെ കടിക്കാൻ തൊട്ട്. ഇത്രയും ഫ്രഷ് സാധനം എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇല്ലല്ലോ. நல்ல சூடு இருக்கு, பார்த்து குடி. സന്തോഷം. കുടി.